പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിട്ടപ്പോൾ ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ഭൂരിഭാഗവും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമീണ നഗര മേഖല എന്ന വ്യത്യാസമില്ലാതെ നിലവിൽ KSRTC ഓർഡിനറി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ റൂട്ടുകളിലും 1000 രൂപ മുതൽ 4000 രൂപ വരെ പ്രതിദിന കളക്ഷനിൽ കുറവുണ്ട്. ഡീസൽ അടിക്കുവാനോ ജീവനക്കാർക്ക് കൃത്യമായ വേതനം നൽകുവാനോ കഴിയാതെ വന്നതിനാൽ പല ബസ്സുകളും ഉച്ചസമയത്ത് യാത്രക്കാരില്ലാത്ത ട്രിപ്പുകൾ ഓടാതെയും ഡോർ ചക്രമാരെ ഒഴിവാക്കിയുമാണ് നഷ്ടത്തിന്റെ തോത് കുറയ്ക്കുന്നത്. പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം ജില്ലയിലെ ബസ്സുകളുടെ അവസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഭാവി പരിപാടികൾ ആലോചിക്കുന്നതിനുമായി വ്യാഴാഴ്ച രാവിലെ 10:30 പെരുമ്പാവൂർ EMS മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പ്രിയദർശിനി സർവീസുമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യയാത്ര നല്ല കാര്യം, ഞങ്ങളതിന് സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ വ്യവസായം നിലനിർത്താനുള്ള ബാധ്യത ഗവൺമെന്റിന്. അത് നിലനിർത്താൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ ഈ സമര പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യം ഒരിക്കലും ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഒരാളും എതിർത്തിട്ടില്ല. ഞങ്ങളും തയ്യാറാണ് ഈ ഫ്രീ സർവീസ്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ സർക്കാർ ഞങ്ങൾക്ക് KSRTCക്ക് കൊടുക്കുന്ന പോലെ ഞങ്ങളെയും സംരക്ഷിച്ച് നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എല്ലാ ജില്ലകളിലും നമ്മളുടെ സംഘടനയുടെ ആഹ്വാനപ്രകാരം ഒരു ജില്ലാ കൺവെൻഷൻ വെക്കുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ കൺവെൻഷൻ പെരുമ്പാവൂർ വെച്ചാണ് നടത്തുന്നത്. കൺവെൻഷൻ മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഭാരവാഹികൾ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലാ കൺവെൻഷന് ശേഷം വിവിധ യൂണിറ്റുകളിൽ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ പൊതുസമൂഹത്തിൽ അറിയിക്കുന്നതിനായി ജില്ലയിലെ എല്ലാ താലൂക്ക് യൂണിറ്റുകളിലും ബസ് ഉടമകളുടെ ധർണയും സംഘടിപ്പിക്കും. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ സൗജന്യ യാത്ര അനുവദനീയമായിട്ടുള്ളത്. കേരളത്തിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ 100% ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ഫാസ്റ്റോ, എക്സ്പ്രസോ, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളോ പ്രൈവറ്റ് മേഖലയ്ക്ക് അനുവദനീയമല്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓർഡിനറി ബസ്സിന് മാത്രം സ്ത്രീകൾക്ക് 0 ടിക്കറ്റിൽ യാത്ര ചെയ്യാനുള്ള സൗജന്യം ലഭ്യമായിട്ടുണ്ട്. ഇത് ആരെ ബാധിക്കും? കേരളത്തിലുടനീളം ഓടുന്ന പ്രൈവറ്റ് ബസ് മേഖല തകർന്ന് തരിപ്പണമാകുമെന്ന് ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ചെറിയ കാര്യമാണ്. 27 കോതമംഗലം, 28 മൂവാറ്റുപുഴ, 29 കൊച്ചി, 30 പിറവം, 31 അങ്കമാലി, ആഗസ്റ്റ് 3 കാക്കനാട് എന്നിവിടങ്ങളിൽ ധർണ നടത്തും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി KM സിറാജ, വൈസ് പ്രസിഡന്റ് MP അനിൽകുമാർ, പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് ജിജി തോമസ്, സെക്രട്ടറി KC രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം BO ഡേവിസ് എന്നിവർ സംബന്ധിച്ചു.